ഹലോ ഫ്രണ്ട്സ്, മാമിൻ്റെ വീടിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് നമ്മൾ എറാ പാർക്കിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എറാ പാർക്ക് ശരിക്കും എൻ്റെ വീടിൻ്റെ അടുത്താണ് ഇട്ടുള്ളത്, പുഴക്കാട്ടിരി ഗ്രാമപഞ്ചായത്തിലാണ്. പക്ഷേ നമ്മൾ ഇങ്ങോട്ടേക്ക് പോരുമ്പോൾ, അതായത് പെരിന്തൽമണ്ണെന്ന് വളാഞ്ചേരി റോഡിനോട് കയറി പോന്നിട്ട് സെൻറ്റ് മേരീസ് കോളേജ്, പുത്തനങ്ങാടി സെൻറ്റ് മേരീസ് കോളേജൊക്കെ ഇങ്ങോട്ട് കഴിഞ്ഞ് പോന്നിട്ട് MES എത്തുന്നതിന് മുമ്പാണിത് കേട്ടോ. എന്തായാലും സംഭവം സൂപ്പറാണ്. ഞാൻ ജസ്റ്റ് ഒരു കിഡ്സ് പാർക്ക് എന്ന രീതിയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ വന്ന് കയറിയപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല കോൾഡ്, അതായത് നല്ലൊരു തണുപ്പ്, ഭയങ്കര ഒരു അറ്റ്മോസ്ഫിയർ, നിറയെ തെങ്ങും കഴുങ്ങൊക്കെയാണ് കേട്ടോ. അതൊരു നല്ലൊരു തോട്ടാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു നല്ലൊരു പാർക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ്. പെറ്റ്സ് ഉണ്ട്, പിന്നെ ഫിഷ് സ്പാ ഉണ്ട്, നല്ലൊരു പൂളുണ്ട്, സ്വിമ്മിംഗ് പൂളുണ്ട്. അപ്പം അങ്ങനെ, പക്ഷേ ഓരോന്നിനും ഓരോ പാക്കേജാണ്. 230 രൂപയുടെ പാക്കേജാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഫിഷ് സ്പാ, പിന്നെ പെറ്റ്സ്, പിന്നെ കിഡ്സ് പാർക്ക്, അത്രയാണ്. അപ്പോൾ നമുക്ക് അത്രയും മതിയല്ലോ. കാരണം ഉച്ചയ്ക്ക് ഞങ്ങളിപ്പോൾ അവിടെ എത്തുമ്പോൾ 2:30 സമയം. പിന്നെ നമ്മളിങ്ങോട്ട് തിരിച്ചു പോരുമ്പോൾ 7 മണിയാണ്. അത്രയും സമയം കൊണ്ട് നമ്മൾ അത്രയും കവർ ചെയ്തു കേട്ടോ. അതായത് അത്യാവശ്യം എല്ലാം അതിനകത്തുണ്ട്. പിന്നെ ഇതൊക്കെയാണ് നമ്മളുടെ മക്കൾക്ക് ആവശ്യം അല്ലേ. നോക്കിയാൽ നല്ല സൂപ്പർ ബേർഡ്സ് ആയിരുന്നു കേട്ടോ. അവർ നമ്മളായിട്ട് നല്ലൊരു ഇണക്കത്തിലായിരുന്നു. നമ്മളെ തലയിലും കയ്യിലൊക്കെ കയറി ഇങ്ങനെ കൊത്തിക്കൊണ്ടേയിരിക്കുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു, കാണാനും നല്ല ഭംഗിയായിരുന്നു. ഏട്ടൻ്റെ തോളിൽ തന്നെ 2-3 കയറിയിരിക്കുന്നുണ്ട് കേട്ടോ. നിറയെ അവർ നമ്മളെ മേലിൽ കയറി ഇങ്ങനെ കൊത്തപ്പോൾ നമുക്കിങ്ങനെ ഇക്കിളിയാവുന്ന പോലെ തോന്നും കേട്ടോ. പക്ഷെ എന്നാലും അത്ര ഡേഞ്ചർ ആയിട്ടൊന്നും അവർ കുത്തണില്ല. പാറക്കുട്ടിക്ക് നല്ല പേടിയായിരുന്നു. ഇതേ നോക്കി ഒരു രക്ഷയില്ല, ഏട്ടൻ്റെ മുറുക്കി പിടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ അതിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് തന്നെ പിന്നെ കുറച്ചും കൂടി വലിയൊരു ബേർഡ്സ് ഉണ്ട് കേട്ടോ. അവരും ഇതേപോലെ തന്നെ കുറച്ച് സീഡ്സോ ഫുഡ് ഗ്രെയിൻസോ ഒക്കെ കയ്യിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ വേഗം കയ്യിൽ കയറിയിരിക്കും. പിന്നെ നമ്മളേറ്റൊക്കെ നല്ലൊരു ഇണക്കമുള്ള നല്ല ബേർഡ്സ് കേട്ടോ. അമലുവിന് പിന്നെ പെറ്റ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവൻ കുറേ ആയിട്ട് പറയുന്നു നമുക്ക് വീട്ടിലെന്തെങ്കിലും പെറ്റ്സിനെ മേടിച്ച് വളർത്തണം കേട്ടോ. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവൻ ഹാപ്പി ആയിരുന്നു. നമുക്ക് മക്കൾ ഹാപ്പി ആയിരിക്കണം എന്നല്ലേ ഉള്ളൂ. അപ്പോൾ അവൻ്റെ മേലിലൊക്കെ കയറി ഇങ്ങനെ കൊത്തുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നോക്കി 2-3 ഒരുമിച്ച് നമ്മൾ മേലിൽ കയറിയിരിക്കുകയാണ്. അവർക്ക് അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല കേട്ടോ. കയ്യിലൊക്കെ കുഞ്ഞു കുഞ്ഞു കൊത്തുമ്പോൾ നമുക്കിങ്ങനെ ഇക്കിളി ആയിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. എൻ്റെ കയ്യിൽ 2 കയറി ഇരുന്നിട്ടുണ്ട്. ഞാനിങ്ങനെ ചുറ്റിച്ച് വീഡിയോ എടുക്കുമ്പോൾ അവർക്കൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ പെട്ടെന്ന് അങ്ങോട്ട് പാറിപ്പോകാൻ പറ്റില്ലല്ലോ. ദേ പാറിപ്പോയി കഴിഞ്ഞു. അപ്പോൾ കുറച്ച് നേരം ഇരിക്കുള്ളൂ ഒരാളുടെ കയ്യിൽ. ഒരു സുന്ദരി കുട്ടീനെ ഇവിടെ ഇരുന്നിട്ട് കൊക്കൊക്കെ ഉരുമി എന്തോ മൂർച്ച കൂട്ടുകയാണെന്ന് തോന്നുന്നു. നമ്മൾ വരുമ്പോൾ കൊത്തണല്ലോ. അപ്പോൾ എല്ലാവരും നല്ല സുന്ദരി കുട്ടികളായിട്ട് നല്ല ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. ഒരു രക്ഷയില്ല. കുട്ടികളെയും കൊണ്ടൊക്കെ വരാനും അവരായിട്ടൊക്കെ സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു പാർക്കാണ് കേട്ടോ. പിന്നെ ദാ ഇവിടെ വേറെ ഒരു വെറൈറ്റി ബേർഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ മെക്കാവോ ആണ്. പഞ്ചവർണ്ണ തത്ത എന്നുള്ള മൂവിയിൽ നമ്മളെ ജയറാമേട്ടൻ്റെ മെക്കാവോ ഇല്ലേ, അതാണ്. അതിൻ്റെ 2 വെറൈറ്റി ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു ഈ വിസിറ്റ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്, കാണാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.